ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു സെഷനിൽ എന്താണ് അലവൻസസ് എന്ന് പറയുന്നത് ഒരു അസസിയുടെ ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. എന്താണ് അലവൻസസ്? സിംപ്ലി ദി പേയ്മെൻറ്റ്സ് ഇൻ ക്യാഷ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി റെഗുലർലി ഓർ മന്ത്ലി അതർ ദാൻ സാലറി. അലവൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയീസിന് റെഗുലറായി മന്ത്ലി ആയിട്ടോ അല്ലാതെയോ റെഗുലറായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻറ്റ്സിനെയാണ് നമ്മൾ അലവൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് സാലറി അല്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള മറ്റു ക്യാഷ് പേയ്മെൻറ്റ് റെഗുലറായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അലവൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ദർ ആർ 3 types ഓഫ് അലവൻസസ്: ഫുള്ളി ടാക്സബിൾ അലവൻസസ്, പാർഷ്യലി എക്സംപ്റ്റഡ് ഓർ പാർഷ്യലി ടാക്സബിൾ ഓർ അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ആൻഡ് തേർഡ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ഫുള്ളി ടാക്സബിൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അലവൻസിൻ്റെ എമൗണ്ട് പൂർണ്ണമായും ടാക്സ് ചെയ്യപ്പെടുന്ന പേയ്മെൻറ്റുകളാണ്. പാർഷ്യലി എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സംപ്റ്റ് ചെയ്യപ്പെടുകയും ബാക്കി വരുന്ന അലവൻസിനെ ടാക്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാറ്റഗറിയാണ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്. ഫുള്ളി എക്സംപ്റ്റഡ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതില്ലാത്ത അലവൻസുകളാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ഫുള്ളി ടാക്സബിൾ അലവൻസസ്, അതിന് ചില എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, DA ഡിയർനെസ് അലവൻസ്, അഡീഷണൽ DA ആൻഡ് ഡിയർനെസ് പേ. ഏറ്റവും ആദ്യമായിട്ട് വരുന്ന പേയ്മെൻറ്റ് DA ആണ്. DA എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദി എമൗണ്ട് പേയബിൾ ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി ഫോർ മീറ്റിംഗ് ദി ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. ഒരു എംപ്ലോയിയുടെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിയർനെസ് പേ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി ഡിയർനെസ് പേ ഈസ് DA, ബട്ട് ദർ ഈസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഡിയർനെസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പർപ്പസ് ഓഫ് ഡിയർനെസ് പേ that may be for the employment, retirement or service benefit of the employee. എംപ്ലോയിയുടെ സർവീസ് ബെനിഫിറ്റിനോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനോ എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിനോ വേണ്ടി DA കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിയർനെസ് പേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ടിഫിൻ അലവൻസസ് ഓർ ലഞ്ച് ഓർ മീൽ ഓർ റിഫ്രഷ്മെൻറ്റ് അലവൻസ്, സെർവൻ്റ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ് given to the government doctors, warden or proctor allowance given to the warden or proctors in education institutions, etc. Hill allowance to the employees, they are working in hilly areas. Deputation allowance, overtime allowance, the allowance is given for the working by the employees more than that of the normal working hours. Other allowances like project allowance, marriage allowance, rural allowance, CCA or city compensatory allowance, telephone allowance, etc. ഈ ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല, ചില ഫുള്ളി ടാക്സബിൾ അലവൻസസിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പാർഷ്യലി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നതോ ഫുള്ളി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നതോ അല്ലാത്ത എല്ലാ അലവൻസുകളും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് അലവൻസസ് ആണ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ് ഓർ പാർഷ്യലി ടാക്സബിൾ അലവൻസസ് ഓർ അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. പാർഷ്യലായിട്ട് മാത്രം ടാക്സ് ചെയ്യപ്പെടുന്ന അലവൻസിൻ്റെ ഒരു നിശ്ചിത ഭാഗം എക്സംപ്റ്റ് ചെയ്യപ്പെടുകയും അത് കഴിഞ്ഞുള്ള ഭാഗം മാത്രം ടാക്സ് ചെയ്യപ്പെടുന്ന അലവൻസുകളാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഹൗസ് റെൻറ്റ് അലവൻസ് അല്ലെങ്കിൽ HRA എന്ന് പറയുന്നത്. റൂൾ 2A പ്രകാരമാണ് നമ്മൾ HRA ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. Entertainment allowance is actually taxable to
all categories of employees. This is a fully taxable allowance to all categories of the employees. But in the case of government employees, they will get a deduction from the salary income. In that sense, entertainment allowance is partially exempted. A part of salary income is or allowance is taxable in that sense. Special allowances for meeting official expenditures as per section 10 subsection 14 subclause 1. ഒരു എംപ്ലോയിയുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള പ്രത്യേക അലവൻസുകൾ, അത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസുകളാണ്. സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് സെക്ഷൻ 10 സബ്സെക്ഷൻ 14 സബ്ക്ലോസ് 2. എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്ന പ്രത്യേക അലവൻസുകൾ. So these are the partially exempted allowances. Then we have to discuss these things in detail. HRA, house rent allowance. HRA എന്ന് പറഞ്ഞാൽ this is the allowance given by the employer to the employee for meeting the rental expenses. If an employee is living in a rented house and he has to pay rent to the owner of the house, for meeting such expenditure, the employer will grant an allowance. That is what is called HRA or house rent allowance. House rent allowance is a partially exempted allowance. The exempted amount of HRA is calculated as per Rule 2A. Then how to compute the exemption limit? നമ്മളിതിൻ്റെ എക്സെപ്ഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ 3 ഫിഗേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ എമൗണ്ട് ആക്ച്വൽ HRA റിസീവ്ഡ്. ആ ഒരു പ്രീവിയസ് ഇയറിൽ എംപ്ലോയി ആക്ച്വലി HRA ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള എമൗണ്ടാണ് ഒന്നാമത്തെ എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. വാടകയ്ക്ക് താമസിക്കുന്ന ആ വീടിന് എംപ്ലോയി എത്രയാണോ ആ ഒരു പ്രീവിയസ് ഇയറിൽ റെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് ആ എംപ്ലോയി ആ കാലയളവിൽ വാങ്ങിച്ചിട്ടുള്ള സാലറി എമൗണ്ടിൻ്റെ 10% കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ എമൗണ്ട് 50% ഓഫ് സാലറി ഈ റെൻറ്റഡ് ഹൗസ് ഈസ് അറ്റ് ഡൽഹി, ചെന്നൈ, മുംബൈ ഓർ കൊൽക്കത്ത. എംപ്ലോയി വാടകയ്ക്ക് താമസിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലോ ചെന്നൈയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ആണെങ്കിൽ എംപ്ലോയിയുടെ ആ പീരീഡിലേക്കുള്ള സാലറിയുടെ 50% എടുക്കണം. അതേസമയത്ത് ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ലാത്ത മറ്റു ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഈ ഒരു വാടക വീട് ഉള്ളത് എങ്കിൽ നമ്മൾ 50%-ന് പകരം 40% സാലറി എടുക്കേണ്ടത്. 40% ഓഫ് സാലറിയാണ് നമ്മൾ എടുക്കുക. ഈ എ, ബി ഓർ സി ഈ 3 എമൗണ്ടുകളിൽ ഏതാണോ ലീസ്റ്റ് എങ്കിൽ വിച്ചെവർ ഈസ് ലെസ്, കുറവുള്ള എമൗണ്ടിനെയാണ് എക്സംഷനായിട്ട് കണക്കാക്കപ്പെടുക. എംപ്ലോയി ആക്ച്വലി കിട്ടുന്ന HRA എമൗണ്ടിൽ നിന്ന് ഈ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ട് ടാക്സബിൾ അലവൻസ് ആയിട്ട് എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഇനി ഇവിടെ സാലറി എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 10% ഓഫ് സാലറി, 50% ഓഫ് സാലറി, 40% ഓഫ് സാലറി എന്നെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് സാലറി ഈ പർപ്പസിന് എന്നുള്ളതാണ്. സാലറി ഹിയർ ഇൻക്ലൂഡ്സ് ബേസിക് പേ, ഡിയർനെസ് പേ ആൻഡ് ഫിക്സ്ഡ് % കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ദെൻ എംപ്ലോയി റിസീവ്സ് HRA ബട്ട് നോട്ട് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. ദിസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഇനിയിപ്പോൾ ഒരു എംപ്ലോയി HRA സ്വീകരിക്കുന്നുണ്ട്, അതേസമയത്ത് അദ്ദേഹം ഒരു വാടക വീട്ടിലല്ല താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വാടക വീട്ടിൽ താമസിക്കാത്ത, വാടക കൊടുക്കാത്ത ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്നും HRA വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങുന്ന എമൗണ്ടിന് റൂൾ 2A ബാധകമല്ല. അവിടെ എക്സംഷൻ അവൈലബിൾ അല്ല. മൊത്തം HRA എമൗണ്ടും ടാക്സബിൾ അലവൻസ് ആയിട്ട് സാലറി ഇൻകത്തിൻ്റെ കൂടെ പരിഗണിക്കേണ്ടി വരും. ഇനി ചില സ്പെഷ്യൽ അലവൻസുകളാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 14 സബ്ക്ലോസ് 1. എംപ്ലോയീസിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക അലവൻസുകളാണ് പറയുന്നത്. അതിൽ ചില എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ട്രാവലിംഗ് അലവൻസ് ആണ്. എംപ്ലോയീസിൻ്റെ ഒഫീഷ്യൽ ടൂറിൻ്റെ
അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് വരുന്ന ട്രാവലിംഗ് അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആണ് ഒന്നാമത്തെ കേസ്. സെക്കൻഡ് വൺ ഡെയിലി അലവൻസ് ആണ്. ഇതും എംപ്ലോയീസിൻ്റെ ഒഫീഷ്യൽ ടൂറിൻ്റെ സമയത്തോ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടോ വരുന്ന ഡെയിലി എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനുള്ള അലവൻസ് ആണ്. ദെൻ കൺവേയൻസ് അലവൻസ്, വെഹിക്കിൾ അലവൻസ് ആണ് മൂന്നാമത്തെ എക്സാമ്പിൾ. ദെൻ ഹെൽപ്പർ അലവൻസ്, എംപ്ലോയീസിനെ അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ സഹായിക്കുന്നതിന് വേണ്ടി ഹെൽപ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടുള്ള അലവൻസ് ആണ് ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത്. ദെൻ അക്കാഡമിക് അലവൻസ്, എംപ്ലോയീസിൻ്റെ അക്കാഡമിക് എൻറിച്ച്മെൻറ്റിന് വേണ്ടി എംപ്ലോയീസിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടോ മറ്റോ എന്തെങ്കിലും അലവൻസ് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അതാണ് അക്കാഡമിക് അലവൻസ്. ദെൻ യൂണിഫോം അലവൻസ്, എംപ്ലോയി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കുന്ന യൂണിഫോം അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും എംപ്ലോയിക്ക് അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് യൂണിഫോം അലവൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ 6 ടൈപ്പ് അലവൻസുകളാണ്. ഈ അലവൻസിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് ദീസ് അലവൻസസ് ആർ എക്സംപ്റ്റഡ് അപ് ടു ദി എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ഫോർ ദാറ്റ് പർപ്പസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലവൻസ് വാങ്ങുന്ന ഒരു എംപ്ലോയി ആ പർപ്പസിന് വേണ്ടി എത്ര എമൗണ്ട് അലവൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഉപയോഗിക്കുന്ന ആക്ച്വലി ആ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അത്രയും എമൗണ്ടിന് എക്സംഷൻ കിട്ടും. ബാക്കി വരുന്ന എമൗണ്ടിനെ ടാക്സബിൾ സാലറി ഇൻകമായിട്ട് കാണിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം സെയിം ട്രീറ്റ്മെൻ്റ് ആണ് 6 അലവൻസുകളുടെ കേസിലും. യൂണിഫോം അലവൻസിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു എംപ്ലോയിക്ക് യൂണിഫോം വാങ്ങിക്കുന്നതിന് വേണ്ടി ₹2000 ആണ് എംപ്ലോയർ അലവൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2000 റുപ്പീസിൽ ആ വർഷം എംപ്ലോയി യൂണിഫോം വാങ്ങിക്കുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടി ₹1500 1500 രൂപയാണ് ചെലവഴിക്കുന്നത് എങ്കിൽ ആ 2000 രൂപയിൽ 1500 രൂപ എക്സംപ്റ്റ് ചെയ്യപ്പെടും. ബാക്കിയുള്ള 500 രൂപ അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ അലവൻസായി സാലറി ഇൻകമായിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും. ഇതാണ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനുള്ള പ്രത്യേക അലവൻസ് എംപ്ലോയീസിന് കിട്ടുമ്പോൾ അതിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ദി പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ്. ഇനി എംപ്ലോയീസിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക അലവൻസ് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 സബ് ക്ലോസ് 2 ഇവിടെ നമ്മൾ ചില എക്സാമ്പിൾസ് മാത്രം, ചില പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് മാത്രമേ ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന്, ട്രൈബൽ ഏരിയ അലവൻസ്, ഓൾസോ റെഫർഡ് ആസ് ഷെഡ്യൂൾഡ് ഏരിയ അലവൻസ് ഓർ ഏജൻസി ഏരിയ അലവൻസ്. അപ്പോൾ ഇന്ത്യയിലെ ചില പ്രത്യേക സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ട്രൈബൽ ഏരിയ അലവൻസ്, ഷെഡ്യൂൾഡ് ഏരിയ അലവൻസ് ഓർ ഏജൻസി ഏരിയ അലവൻസ് എന്ന പേരിൽ അലവൻസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം എക്സംപ്റ്റ് ചെയ്യപ്പെടും. ഇതിനകത്ത് കാണാൻ പറ്റും മധ്യപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കർണാടക, ത്രിപുര, ആസാം, ബംഗാൾ, ബീഹാർ ആൻഡ് ഒഡീഷ. ഈ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ട്രൈബൽ ഏരിയ അലവൻസ് കിട്ടുകയാണെങ്കിൽ ദ അലവൻസ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ₹200 പെർ മന്ത്. 200 രൂപ വരെ ഓരോ മാസത്തേക്കും എക്സംഷനായിട്ട് കിട്ടും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമാണ് ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, എംപ്ലോയീസിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ അലവൻസ് കൊടുക്കുകയാണെങ്കിൽ സച്ച് അലവൻസ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ₹100 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ മാക്സിമം 2 ചിൽഡ്രൻ. അങ്ങനെ കിട്ടുന്ന അലവൻസിൻ്റെ കേസിലാകുമ്പോൾ പരമാവധി 2 കുട്ടികൾക്ക് കിട്ടുന്ന അലവൻസ് ഒരു മാസത്തേക്ക് 100 രൂപ എന്ന രീതിയിൽ, ഒരു കുട്ടിക്ക് 100 രൂപ വീതം വെച്ച് പരമാവധി 2 കുട്ടികൾക്ക് 100 രൂപ പ്രതിമാസം എന്ന രീതിയിലാണ് എക്സംഷൻ കിട്ടുക. ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ ടാക്സ് ചെയ്യപ്പെടും. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, എംപ്ലോയീസിൻ്റെ മക്കൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത്. ദിസ് അലവൻസ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ₹300 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ മാക്സിമം 2 ചിൽഡ്രൻ. ഈ അലവൻസ് പ്രതിമാസം ഒരു കുട്ടിക്ക് 300 രൂപ എന്ന രീതിയിൽ പരമാവധി 2 കുട്ടികൾക്ക് എക്സംഷനായിട്ട്
ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സസ് വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. ട്രാൻസ്പോർട്ട് അലവൻസസ് ടു ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് ബ്ലൈൻഡ് എംപ്ലോയി. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുള്ള അതല്ലെങ്കിൽ അന്ധനായിട്ടുള്ള ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് 3200 രൂപ ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ വെച്ചുകൊണ്ട് എക്സംഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതുള്ളൂ. ദെൻ അണ്ടർഗ്രൗണ്ട് അലവൻസസ്. അണ്ടർഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനുള്ള അലവൻസ് ആണ്. ക്വാറീസിലോ മൈൻസിലോ ഒക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന പ്രത്യേക അലവൻസ് ആണ് അണ്ടർഗ്രൗണ്ട് അലവൻസ്. അണ്ടർഗ്രൗണ്ട് അലവൻസ് കിട്ടുന്ന എംപ്ലോയീസിന് പ്രതിമാസം 800 രൂപ വരെ എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അധികമുള്ള എമൗണ്ട് മാത്രമേ ടാക്സബിൾ ഇൻകമായിട്ട് സാലറി ഇൻകമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസസ്. ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രത്യേക അലവൻസ് ആണ് റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ് എന്ന് പറയുന്നത്. റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ് കിട്ടുന്ന എംപ്ലോയീസിൻ്റെ കേസിലാകുമ്പോൾ അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് പറയുന്നത് അലവൻസിൻ്റെ 70%, അവർക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള അലവൻസ് എമൗണ്ടിൻ്റെ 70%, അതല്ലെങ്കിൽ ₹10,000 പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ്. ഓരോ മാസത്തേക്കും 10,000 റുപ്പീസ് വെച്ച് വരുന്ന എമൗണ്ട്. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണോ ലീസ്റ്റ് എങ്കിൽ വിച്ച് എവർ ഈസ് ലെസ് അതിൽ കുറവുള്ള എമൗണ്ടിനെ എക്സംഷനായിട്ട് കാണിക്കുകയും എക്സസ് വരുന്ന എമൗണ്ട് ടാക്സബിൾ ഇൻകമായിട്ട് പരിഗണിക്കുകയും ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ആണ്. തീരെ ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടതില്ലാത്ത ടാക്സബിൾ അല്ലാത്ത ഫുള്ളി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന അലവൻസുകളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതിൽ ഒന്നാമത്തെ അലവൻസ് ആണ് ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോറിൻ അലവൻസ്? ഫോറിൻ അലവൻസ് മീൻസ് ദി അലവൻസ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി. ദ എംപ്ലോയി ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഹീ ഈസ് വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് അലവൻസ് കൊടുക്കുകയാണെങ്കിലും എന്ത് പേരുള്ള അലവൻസുകളായിരുന്നാലും ആ അലവൻസ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ടാക്സബിൾ സാലറി ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതില്ല. ദെൻ സംച്വറി അലവൻസസ് ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജസ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർക്ക് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസുകളെല്ലാം തന്നെ ഫുള്ളി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന അലവൻസുകളാണ്. അലവൻസസ് ഫ്രം UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ അലവൻസുകളും ഫുള്ളി എക്സംപ്റ്റ് ആണ്. പെർ ഡേം അലവൻസസ്. പെർ ഡേം എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ഡെയിലി എന്നുള്ള അർത്ഥമാണ്. ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ടൂറിൻ്റെയോ ട്രാൻസ്ഫറിൻ്റെയോ സമയത്ത് ലോഡ്ജിങ് പർപ്പസിനോ ബോർഡിംഗ് പർപ്പസിനോ വേണ്ടി അലവൻസ് കൊടുക്കുകയും ആ അലവൻസ് എമൗണ്ട് പൂർണ്ണമായിട്ടും ആ പർപ്പസിന് ആ എംപ്ലോയി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ സർപ്ലസ് വരുന്ന എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന അലവൻസാണ്. നമ്മൾ നേരത്തെ ട്രാവലിംഗ് അലവൻസിൻ്റെയും ഡെയിലി അലവൻസിൻ്റെയും എക്സാമ്പിൾ കണ്ടപ്പോൾ അത്തരം അലവൻസുകൾ എത്ര എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആ എമൗണ്ടിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. സർപ്ലസ് വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. അതേസമയത്ത് ട്രാവലിംഗ് അലവൻസോ ഡെയിലി അലവൻസോ അല്ലാത്ത ലോഡ്ജിങ് ബോർഡിംഗ് പർപ്പസിന് കൊടുക്കുന്ന അലവൻസിൽ സർപ്ലസ് വരികയാണെങ്കിൽ ആ എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന അലവൻസാണ്. ദാറ്റ് ഈസ് പെർ ഡേം അലവൻസസ്. അപ്പോൾ ഇത്രയാണ് അലവൻസസ് എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ. താങ്ക് യു.